പൂരാവേശത്തിൽ അങ്ങനെ തൃശ്ശൂർ നഗരമാകെ ഇളകിമറിയുകയാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും കീർത്തികേട്ട ഇലഞ്ഞിത്തറ മേളത്തിന് ആയിരിക്കുകയാണ്. ഇനി കുടമാറ്റത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കേരളം മുഴുവൻ. എന്തായിരിക്കും ഇത്തവണ കുടമാറ്റത്തിലെ മാജിക് എന്നറിയുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും അക്ഷമരായി തന്നെ കാത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ തത്സമയ വിവരങ്ങളുമായി പ്രവീൺ ഇറവങ്കര ചേരുകയാണ്. പ്രവീൺ ഇറവങ്കരയിലേക്ക്. തെക്കോട്ടിറക്കത്തിൻ്റെ ആ ചടങ്ങുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഓരോ ഗജകേസരികൾ വീതം ഇറങ്ങുകയാണ്. ആദ്യം പാറമേൽക്കാവും അതുപോലെ തന്നെ തിരുവമ്പാടിയും വളരെ ഒരു വലിയ മത്സരത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന നിമിഷത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശക്തൻ തമ്പുരാൻ തടവുകാർക്ക് വേണ്ടി നൽകിയ ഒരു സമ്മാനമാണ് ഈ കുടമാറ്റം എങ്കിൽ പോലും അത് ഇന്ന് ലോകത്തിന് നൽകിയ ഒരു മഹാസമ്മാനമായി മാറുകയാണ് ഈ കാഴ്ചയുടെ മഹാപൂരം. അതായത് നേരത്തെ നമ്മളിവിടെ ചോദിച്ച ഒരു ചോദ്യം, ഏറ്റവും നല്ല കാഴ്ച ഏതാണ് ഈ തൃശ്ശൂർ പൂരത്തിലെന്നാണ്. ആ ചോദ്യത്തിനുള്ള കൃത്യമായ മറുപടിയാണ് നാം ഈ കാണുന്നത്. ഏറ്റവും ഗംഭീരമായ കാഴ്ച കുടമാറ്റം തന്നെയാണ്. ഈ 50 60 ആനകൾ ഇങ്ങനെ ഒന്നിച്ചു വന്ന് നിൽക്കുന്ന 15 15 30 പിന്നീട് വരുന്ന 14 കൂടെ എല്ലാം കൂടെ വരുമ്പോൾ 10 ആനകൾ ഇങ്ങനെ ഒന്നിച്ചു വന്ന് ഈ നെറ്റിപ്പട്ടമൊക്കെ കെട്ടി തലയെടുപ്പിൻ്റെ താരരാജാക്കന്മാരായിട്ട് മുത്തുക്കുടയുമൊക്കെ അണിഞ്ഞ് വെഞ്ചാമരവും ഒക്കെ വീശിയിട്ട് അങ്ങനെ നിൽക്കുന്ന ആലവട്ടവും വെഞ്ചാമരവും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആ ഒരു കാഴ്ച, കരിവീരന്മാരുടെ മഹത്തായ ആ ഒരു സുന്ദര സുരഭിലമായ ആ ഒരു കാഴ്ച തന്നെയാണ് ഏറ്റവും നല്ല കാഴ്ച. ഏറ്റവും നല്ല കേൾവി ഏതാണെന്ന ചോദ്യത്തിന് നമുക്ക് ഇലഞ്ഞിത്തറ മേളമുണ്ട്, പാണ്ടിമേളമുണ്ട്, പഞ്ചാരി മേളമുണ്ട്. എന്തായാലും സംഗീതവും അതുപോലെ തന്നെ ദൃശ്യവിസ്മയങ്ങളും ഒന്നിക്കുന്ന ഒരേ ഒരു ഉത്സവമായിട്ട് ഇവിടെ ഇത് മാറുന്ന ഒരു കാഴ്ച നാം കാണുകയാണ്. ഇവിടെ 1500 രചിക്കപ്പെട്ട ഒരു അജ്ഞാത എഴുത്തുകാരൻ്റെ കാവ്യമുണ്ട്. അത് മേദിനി വെണ്ണിലാവ് എന്ന് പറയുന്ന ഒരു വേശ്യാസ്ത്രീയുടെ വിപ്ലവകരമായ കഥ പറയുന്നു. ആ പുസ്തകത്തിൻ്റെ പേര് ചന്ദ്രോത്സവം എന്നാണ്. പക്ഷേ ഈ സാഹിത്യകൃതിയിലും വടക്കുംനാഥനെ പറ്റിയുള്ള പരാമർശം നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഈ പൂര വിശേഷത്തിന് ഏകദേശം 225 വർഷങ്ങളുടെ അല്ലെങ്കിൽ 227 വർഷത്തിൻ്റെ പാരമ്പര്യമേ ഉള്ളൂ എങ്കിലും ഈ വടക്കുംനാഥൻ്റെ ഈ മണ്ണിന് 1500 മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം എഴുതപ്പെട്ട ലിഖിത ചരിത്രം പറയുവാനുണ്ട്. അപ്പോൾ അലിഖിതമായ ഒരു വലിയ സംസ്കാരം ഇവിടെ ഉണ്ടായിരുന്നു എന്നും ആ സംസ്കാരത്തിൻ്റെ മണിദീപികയിൽ നിന്നും എടുത്ത ചില അംശങ്ങൾ കൂട്ടിച്ചേർത്താണ് ഈ പൂരമാക്കി പിന്നീട് ശക്തൻ തമ്പുരാൻ മാറ്റിയത് എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഏതായാലും സാംസ്കാരിക ഭൂമികയായ ദേവഭൂമികയായ ഈ തേക്കിൻകാട് മൈതാനത്ത് ഈ തെക്കോട്ടിറക്ക ചടങ്ങ് പൂർത്തിയാകുന്ന നിമിഷമാണ് നാം കാണുന്നത്. പാറമേൽക്കാവിൽ അത് തിരുവമ്പാടിയും 2 കൂട്ടരുടെയും ആനകൾ, കടകപൂരങ്ങൾ എല്ലാം കൂടെ ചേർന്ന് ഇവിടെ എത്തിച്ചേരുന്ന ഒരു നിമിഷത്തിൽ കുടമാറ്റം ആരംഭിക്കുകയാണ്. അതിൻ്റെ ഒരു മുന്നോടിയാണ് നാം കാണുന്നത്. ഇവിടെ ഈ അണിയറയിൽ ഒരുക്കി വെച്ചിരിക്കുന്ന കുടകളുടെ സൗന്ദര്യം ഏതൊക്കെയാണ് എന്ന് ഇനിയിപ്പോൾ നമ്മൾ കണ്ടു തന്നെ അറിയണം. അത് അറിവിൻ്റെ 6ാം തമ്പുരാനായ പൂമുള്ളിമനയിലെ നീലകണ്ഠൻ മുസ്ലിം പോലും അത് കണ്ടെത്തി പറയുവാൻ, വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കുവാൻ കഴിയില്ല. ഇത് വളരെ കൃത്യതയോടുകൂടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞ 1 വർഷമായി ഒരുക്കുന്ന വ്യത്യസ്തമായ നിറങ്ങളുടെ വർണ്ണ സമ്മേളനമാണ് സൂറത്തിൽ നിന്നും അതുപോലെ വടക്കേ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുമൊക്കെ കണ്ടെടുക്കുന്ന വിവിധ വർണ്ണങ്ങൾ പൂശിയ ഈ അലങ്കരിച്ച കുടകൾ, മുത്തുക്കുടകളാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ നിയമം അനുസരിച്ച് 3 വട്ടം ആലവട്ടവും വെഞ്ചാമരവും വാനിലേക്ക് ഉയരുമ്പോൾ ഒരു കുട ആകാശത്തേക്ക് ഉയരും. അങ്ങനെ ഇവിടെ ഗജകേസരികൾ ഇങ്ങനെ ഒന്നൊന്നായി വരികയാണ്. തിരുവമ്പാടിക്ക് ഇപ്രാവശ്യം തിടം വെറ്റുവാനായി ചന്ദ്രശേഖരനാണുള്ളത്. അതുപോലെ തിരുവമ്പാടിയുടെ കണ്ണനുണ്ട്, തിരുവമ്പാടിയുടെ അർജുനനുണ്ട്, കുറ്റംകുളങ്ങര അർജുനനുണ്ട്, കൊറ്റൻകുളങ്ങര ശ്രീനിവാസനുണ്ട്, കൊറ്റംകുളങ്ങര ഉദയനുണ്ട്, ഗുരുവായൂർ സിദ്ധാർത്ഥനുണ്ട്, ഗുരുവായൂർ ജൂനിയർ വിഷ്ണു എത്തിയിട്ടുണ്ട്, ഗുരുവായൂർ കൃഷ്ണ ഇവിടെയുണ്ട്, നാരായണനുണ്ട്, നമ്മുടെ പുതുപ്പള്ളി സാധുവുണ്ട്, പാമ്പാടി രാജന് പകരം പാമ്പാടി സുന്ദരൻ ഇവിടെ എത്തിയിരിക്കുന്നു. അതുപോലെ നന്ദിരത്ത് ഗോപാലകൃഷ്ണനുണ്ട്, ഊക്കൻസ് കുഞ്ചുവുണ്ട്, പാറന്നൂർ നന്ദനുണ്ട്, കുറുപ്പത്ത് ശിവശങ്കരനുണ്ട്, പാക്കത്ത് ശ്രീകുട്ടനുണ്ട്, ചെർക്കുളശ്ശേരി മണികണ്ഠനുണ്ട്, അതുപോലെ കുറുവന്തല ഗണപതിയുണ്ട്, മച്ചാട് ഗോപാലനുണ്ട്, മച്ചാട് ധർമ്മനുണ്ട്,
വേമ്പനാട് അർജുനനുണ്ട്, തടത്താവിള രാജശേഖരനുണ്ട്, വട്ടമാങ്കാവ് മണികണ്ഠനുണ്ട്, പേരൂർ ശിവനുണ്ട്, നന്ദിരത്ത് ഗോവിന്ദൻ കണ്ണനുണ്ട്, വലിയ പുരയ്ക്കൽ സൂര്യനും അതുപോലെ ആ തറവാട്ടിൽ നിന്ന് തന്നെ വലിയ പുരയ്ക്കൽ ആര്യനന്ദനും ഇവിടെയുണ്ട്, വേലൂർ പരമേശ്വരനുണ്ട്, വേണാട് നീലകണ്ഠനുണ്ട്, ട്രിനിറ്റി പാർത്ഥനുണ്ട്. അതുപോലെ തന്നെ പാറമേൽക്കാവിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാറമേൽക്കാവിൻ്റെ തിടം വെറ്റുവാനായി നമ്മുടെ സ്വന്തം പാറമേൽക്കാവ് കാശിനാഥൻ ഇവിടെയുണ്ട്, ഗുരുവായൂർ നന്ദനുണ്ട് പാറമേൽക്കാവിനോടൊപ്പം, എറണാകുളം ശിവകുമാർ കഥയുടെ പൂരപ്പെരുമയുടെ തെക്കോട്ടിറക്കത്തിൻ്റെ രാജകുമാരൻ എറണാകുളം ശിവകുമാർ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഗുരുവായൂർ രാജശേഖരനുണ്ട്, പുല്ലാട് ബ്രഹ്മദത്തൻ ഇവിടെയുണ്ട്. പിന്നെ തെച്ചിക്കോടുകാവ് രാമചന്ദ്രന് പകരമായി ഇതാ തെച്ചിക്കോട് നിന്ന് മറ്റൊരു ഗജകേസര സൗന്ദര്യം ഇവിടെ എത്തിയിട്ടുണ്ട്. തെച്ചിക്കോടുകാവ് ദേവിദാസനാണ്. അതുപോലെ മച്ചാട് ജയറാമുണ്ട്, ബാസ്റ്റിൻ വിനയ സുന്ദറുണ്ട്, തെക്കോട്ടുകാവ് വിനായകനുണ്ട്, പുതുപ്പള്ളി അർജുനനുണ്ട്, വടകുറുമ്പ ദുർഗാദാസനുണ്ട്, അരുണിമ പാർത്ഥസാരഥിയുണ്ട്, മുള്ളത്ത് ഗണപതിയുണ്ട്, ഇവിടെ മൗട്ടത്ത് രാജേന്ദ്രനുണ്ട്, ഉണ്ണിമങ്ങാട് ഗണപതിയുണ്ട്, അതുപോലെ ചെന്നല്ലൂർ ദേവിദാസനുണ്ട്, കാളകുത്തൽ കണ്ണനുണ്ട്, കൊളക്കാടൻ ഗണപതിയുണ്ട്, എഴുത്തച്ഛനുണ്ട്, ശങ്കരനാരായണനുണ്ട്, കുറ്റനാട് വിഷ്ണുവുണ്ട്, മനുശ്ശേരി രാജേന്ദ്രനുണ്ട്, അമ്പാടി മാധവൻകുട്ടിയുണ്ട്, ബ്രഹ്മണി ഗോവിന്ദൻകുട്ടിയുണ്ട്, ചാമപ്പുഴ ഉണ്ണികൃഷ്ണനുണ്ട്, വടക്കുംനാഥൻ ഗണപതിയുണ്ട്, ഇവിടെ വഴിപാടി കാശിനാഥനുണ്ട്, അതുപോലെ മരുത്തൂർക്കുളങ്ങര മഹാദേവനുണ്ട്, ഒല്ലുകര ജയറാമുണ്ട്, മനുസ്വാമി മഠം വിനായകനുണ്ട്, മനുസ്വാമി മഠത്തിൽ നിന്നും മറ്റൊരാൾ കൂടിയുണ്ട്, മനുസ്വാമി മഠം നാരായണൻ. അങ്ങനെ തിരുവമ്പാടിക്കും പാറമേൽക്കാവിനുമായി ഇവിടെ ഗജകേസരികൾ ഇങ്ങനെ അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ്. ലക്ഷണമൊത്ത ആനകളാണ് ഇക്കുറി ഇവിടെ എത്തിയിരിക്കുന്നത്. ഗജ ലക്ഷണങ്ങൾ മാതംഗശാസ്ത്രപ്രകാരം പറയുന്നു. കരുവീട്ടിയുടെ നിറമാണവന്, അതുപോലെ നിലത്തിഴയുന്ന മനോഹരമായ നീളൻ തുമ്പിക്കൈകളുണ്ടവന്, വലിയ വിശറി പോലെയുള്ള ചെവികളുണ്ടവന്, കൂറ്റൻ കൊമ്പുകളുണ്ട്, നീണ്ട വാലുണ്ട്, മസ്തക പൊലിമയുണ്ട്, തലയെടുപ്പുള്ള നടപ്പുമുണ്ട്. പിന്നെ അവനുള്ളത് കഥ പറയുന്ന കണ്ണുകളാണ്. ഇങ്ങനെ ഗജകേസരിയുടെ ലക്ഷണങ്ങൾ പറയുന്നു. ആ മാതംഗലീല പ്രകാരമുള്ള ആ ലക്ഷണങ്ങളെല്ലാം ഒത്ത കരിവീരന്മാർ ഇതാ കുടമാറ്റത്തിന് വേണ്ടി ഇവിടെ അണിഞ്ഞൊരുങ്ങുകയാണ്.